സാധാരണ ഒരു ജിമെയിൽ ഐ ഡി തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ സ്റ്റോറേജ് എന്ന് പറയുന്നത് 15 GB ആയിരുന്നു. എന്നാൽ ഗൂഗിൾ അതിനൊരു മാറ്റം വരുത്തുകയാണ്. അവരൊരു പുതിയൊരു പോളിസി ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സ്പേസിലാണ്. മിഡിൽ ഈസ്റ്റ്, പാർട്സ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പുതിയ ജിമെയിൽ ഐ ഡി തുടങ്ങുമ്പോൾ വെറും 5 GB മാത്രമേ ഇപ്പോൾ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. മുൻകാലങ്ങളിൽ ഇത് 15 GB വരെ ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഉറപ്പ് എന്നുള്ള 15 GB നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള മെസ്സേജ് മാറ്റിയിട്ട് അത് അപ് ടു 15 GB എന്നുള്ള രീതിയിലേക്ക് ആ മെസ്സേജ് മാറിയിട്ടുണ്ട്. ഒരുപാട് യൂസേഴ്സ് ഒരേ നമ്പറിൽ തന്നെ മൾട്ടിപ്പിൾ ജിമെയിൽ ഐ ഡിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇനി മുതൽ അതും സാധ്യമല്ല. ഒരു ഫോൺ നമ്പറിൽ ഒരു ജിമെയിൽ ഐ ഡി എന്നുള്ള രീതിയിലേക്ക് മാറി. ഇനി ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നേരത്തെ തുടങ്ങുന്ന, അതായത് 5 GB ആദ്യമേ കിട്ടും. ഫോൺ നമ്പർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 GB വരെ ഫ്രീ സ്പേസ് കിട്ടും. ഇതവർ പറയുന്ന കാരണങ്ങൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യുക, അതായത് സ്റ്റോറേജ് ഫോൺ നമ്പറിലൂടെ ബന്ധിപ്പിക്കുന്നത് മൂലം നമുക്ക് ആ ഒരു ഡാറ്റ ബാക്കപ്പ് ഉറപ്പുവരുത്തുക, അതിൻ്റെ വാലിഡിറ്റി, യൂസറിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറെ കുറച്ച് റീസൺസ് പറയുന്നത് ഒരുപാട് ബോട്ടുകൾ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ക്ലൗഡ് സ്റ്റോറേജ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കുക, അത് ഇല്ലാതാക്കുക എന്നുള്ളൊരു. മാർച്ച് 2026 മുന്നേ തുടങ്ങിയ അക്കൗണ്ടുകളാണെങ്കിൽ ഒരു നമ്പറിൽ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. അതിനെന്ത് സംഭവിക്കുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ഈ റൂൾ തൽക്കാലം ബാധകമല്ല എന്നുള്ള ഒരു തരത്തിലേക്കാണ്. പക്ഷേ അതിന് മുന്നേ തുടങ്ങിയ അക്കൗണ്ട്സ് 2 വർഷത്തിലധികം ഇനാക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള, അത് ഓൾറെഡി നേരത്തെ മാൻഡേറ്റായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. മീൻസ് ആ ഒരു അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. നമ്മളൊരു തവണയെങ്കിലും ലോഗിൻ ചെയ്യുകയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്തുകയോ ചെയ്താൽ വിത്തിൻ 2 ഇയർ നടത്തിയാൽ ആ അക്കൗണ്ട് പെർമനൻ്റായിട്ട് അവിടെ കാണും.